അർജന്റീന ഇന്ത്യയിലോട്ടല്ല കേരളത്തിലോട്ട് വരുന്നുണ്ട്. ലിവർപൂളാണ് ഇനി യൂറോപ്പിലെ ഏറ്റവും ബെസ്റ്റ് ടീം. ഫിഫക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഫിഫയുടെ മോനായിട്ട് വരും. പിന്നെ ഞാനെന്ത് പറയാനാ, അവന്മാര് 10 സെലക്ട് ചെയ്ത് അവിടെ അവതാരം മാർട്ടിനസ് പറഞ്ഞ മെസ്സിന്റെ ഒരു കാര്യം ഉണ്ടായില്ല. കൊടുത്തിട്ടില്ല ലിസ്റ്റ്. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു റയലിനെ ലിവർപൂളിന്റെ മാച്ചിന് ശേഷം കുറെ അധികം പേര് റിപ്ലൈ വീഡിയോ എന്ന് ചോദിക്കുന്നുണ്ടായി. ഈ പറഞ്ഞ ഒളിവിലൊന്നും ആയിരുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുള്ള റിപ്ലൈ എനിക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ കേസ് എൽ ക്ലാസിക്കോട്ട് പോവാം. ബാഴ്സയും റയലും തമ്മിലുള്ള ലാസ്റ്റ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള 5 എൽ ക്ലാസിക്കോ മാച്ചസ് എടുത്തു കഴിഞ്ഞാൽ 4 എണ്ണം റയൽ ജയിച്ചേക്കുള്ളൂ, 1 എണ്ണം ബാഴ്സ ജയിച്ചിട്ടുള്ളൂ. ലിവർപൂളായിട്ട് 2009 ശേഷമാണ് ലിവർപൂൾ റയലിന് ഒരു UEFA കോമ്പറ്റീറ്റീവ് മാച്ചിൽ തോപ്പിക്കണത്. നിങ്ങൾ ഫാൻസുകാർക്ക് എന്തോരം വേണമെങ്കിലും താഴ്ത്തിക്കെട്ടാം, പക്ഷെ താഴ്ത്തിക്കെട്ടുമ്പോൾ നിങ്ങളൊരു കേസ് ആലോചിക്കണം. റയൽ മഡ്രിഡിന് താഴെയാണ് മറ്റേത് ക്ലബ്ബും. റയൽ മഡ്രിഡ് ഈസ് എബവ് ഈച്ച് ആൻഡ് എവറി ക്ലബ്. ഒരു ക്ലബിന് ഹെയ്റ്റേഴ്സും ക്രിട്ടിസൈസേഴ്സും കൂടുതൽ, സപ്പോർട്ടേഴ്സിനേക്കാളും അഡ്മയേഴ്സിനേക്കാളും കൂടുതൽ ഹെയ്റ്റേഴ്സും ക്രിട്ടിസൈസേഴ്സും ആണെങ്കിൽ ദാറ്റ് ക്ലബ് ഹാസ് ടു ബി സ്പെഷ്യൽ, ദാറ്റ് ക്ലബ് ഹാസ് ടു ബി ദ ബെസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ്. ആ ക്ലബ്ബ് നിങ്ങളുടെ ക്ലബിനെ ചതച്ചരച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അതിനോടുള്ള ദേഷ്യം. സോ ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞൊരു കോട്ടുണ്ട്, യുവർ ലവ് മേക്സ് മീ സ്ട്രോങ്, യുവർ ഹെയ്റ്റ് മേക്സ് മീ അൺസ്റ്റോപ്പബിൾ. ഹലോ മഡ്രിഡ്. ഒന്നും നമ്മളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, നീയായിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്താണ്. എന്നിട്ട് ലാസ്റ്റ് തോറ്റു കഴിഞ്ഞാല് കേവലം ഒരു മത്സരം, കേവലം ഒരു ചാമ്പ്യൻസ് ലീഗ് മാച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉസ്താക്കെ. നമ്മൾ ഇതിന്റെ വെല്ലുവിളിച്ചിട്ടില്ല, നമ്മളെല്ലാരും അംഗീകരിക്കുന്നതാണ് റയൽ നല്ല ടീമാണ്, ടോപ്പ് ടീമാണ് എന്ന് ആർക്കും സംശയമില്ല. നീ പറഞ്ഞ പോലെ ഹെയ്റ്റേഴ്സിനേലും കൂടുതൽ ഫാൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഫാൻസിനേക്കാളും കൂടുതൽ റയലിന് ഹെയ്റ്റേഴ്സ് ആണ് എന്ന് എനിക്ക് തോന്നണില്ല. അതുപോലെ തന്നെ റയലിന്റെ താഴെയാണ് എല്ലാ ടീമും. ഇപ്പൊ ടേബിൾ തിരിച്ചൊക്കെ അതെ, ഇപ്പൊ നിങ്ങള് ടേബിളിൽ എത്രാവതാ? കമത്തി വെക്കണം, അപ്പോഴേക്കും ഒരു മൂന്നാമത് വരാം. നിങ്ങൾ ടേബിളിൽ ഇപ്പൊ എത്രാവതാ? 27. അത് പെട്ടെന്നൊന്നും കിട്ടൂല. പിന്നെ ആ വീഡിയോയിൽ ഇവൻ തന്നെയാണ് പറഞ്ഞ പരിക്കുകളാരുടെ പ്രശ്നമില്ല, ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾക്ക് വിശ്വാസം. നീ തന്നെ പറഞ്ഞ ഇപ്പൊ നീ തന്നെ പിന്നെ ആ മാച്ച് ലിവർപൂളായിട്ട് തോറ്റതിന് ശേഷം ആൻസലോട്ടി എന്താ പറഞ്ഞതെന്ന് പറയുന്നത്, ഇത്തവണത്തെ ഫൈനല് മ്യൂണിക്കിലാണ്, നിങ്ങൾക്ക് ഞങ്ങളവിടെ കാണാം. അല്ല, കഴിഞ്ഞ എൽ ക്ലാസിക്കോ തോറ്റപ്പോഴും പുള്ളി തന്നെ പറഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ അങ്ങ് അടിക്കുന്നു. കാരണം കഴിഞ്ഞ തവണ എൽ ക്ലാസിക്കോ അതേപോലെ 4-1 തോറ്റ് കഴിഞ്ഞ സമയത്ത് റയലിനാണ് ഈ പറഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ ആ ലീഗ് അടിച്ച്. എനിക്കത് കേട്ടപ്പോ എനിക്ക് പണ്ടൊരു ക്ലോപ്പ് ഇതുപോലത്തെ ഒരു സെയിം ഡയലോഗ് ഇട്ടുണ്ടായിരുന്നു, ഹോട്ടൽ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞിട്ട് ഫാൻസിനോട്. ബുക്ക് ചെയ്ത് കാശും പോയി. ഞാൻ ഒരു റയൽ മഡ്രിഡ് ഫാനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ക്ലബിനെ ഏതൊരവസ്ഥയിലും സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളെപ്പോലത്തെ ഇഷ്ടം പോലെ ക്രിട്ടിസൈസേഴ്സും ഹേറ്റഡും വിഷം തുപ്പണ മൂർക്കം പാമ്പുകളും ഉണ്ടാവും. പക്ഷെ അവരുടെ ഫ്രണ്ടിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ ക്ലബിനെ കുറച്ച് കാണാൻ പറ്റില്ല. ഒന്നാമത്തെ കേസ് കുറച്ച് കാണാനായിട്ട് കാര്യമില്ല, കാരണം ഏത് ക്ലബ് എടുത്താലും റയലിന് താഴെയാണ്, അതിന് സംശയമില്ല. ഈ പറയുന്നത് തന്നെയാണ് എൽ ക്ലാസിക്കോ പോയിട്ട് തോറ്റ്, AC മിലാനായിട്ട് 3-0 തോറ്റ്, ഇപ്പൊ ലിവർപൂളായിട്ട് 2-0 തോറ്റ്. അല്ല, നീ കളിനെ പറ്റി സംസാരിക്കും, നീ ഇപ്പൊ ലെഗസി പറയല്ലേ? ലെഗസി ഇല്ലാതെ പറയണില്ല. കളിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ രാജമോൻ വരും, രാജമോൻ കത്തിക്കും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ രാജമോൻ വളരെ മോശമായിരുന്നു. എംബാപ്പയുടെ കേസ് എടുത്ത് പറയണം, പ്രതീക്ഷിച്ച ഒരു ഫോമിലോട്ട് എന്താ പറയാ പൊസിഷന്റെ പ്രശ്നമാണെങ്കിൽ ഞാൻ വിചാരിച്ച് ലെഫ്റ്റ് വിങ്ങിൽ ഇട്ടാത്തോണ്ടായിരിക്കും എംബാപ്പ കളിക്കാതെ. ഫിനിഷസ് ഉണ്ടായില്ല ഓബിയസ്ലി. അപ്പൊ എംബാപ്പ ഇരുന്ന് നമ്മുടെ ടീമിലെ സ്റ്റാർ പ്ലെയർ, പക്ഷേ ലെഫ്റ്റ് വിങ്ങിൽ ഇട്ടിട്ടും എംബാപ്പയെ കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. റയൽ എന്തോ എംബാപ്പയ്ക്ക് വേണ്ടി കളിക്കണമല്ലോ, വെറുതെ കുറെ ഹൈ ബോൾ ഇടാം, കൗണ്ടറിന് വേണ്ടി എംബാപ്പയുടെ സ്പീഡിൽ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. അല്ലാണ്ട് റയലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ കാണുന്ന, എനിക്കെന്നല്ല ഭൂരിഭാഗം പേർക്കും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ, റയലിൽ ഇപ്പോഴത്തെ പ്രശ്നം ടോണി ക്രൂസിന്റെ വിടവ് റയലിന് ഇതുവരെ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. റയലിൽ ഇപ്പോഴും ഇഷ്ടംപോലെ ടാലന്റഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ ഒരു സ്ട്രിങ് ഓഫ് പാസസ് ഇട്ട് പ്ലേ മേക്ക് ചെയ്ത് ടീമിനെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു പ്ലെയർ റയലിൽ ഇപ്പം ഇല്ല. പക്ഷെ ഇതൊന്നുമില്ല കളി തുടങ്ങണതിന് മുന്നേ നീ പറഞ്ഞത്. അല്ല, കളി എടാ നീ പറഞ്ഞിട്ട് എന്താ പ്രശ്നം, അപ്പൊ അതിനുള്ള ഇത് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അല്ല സംഭവം ശരിയാണ്ടാ. എംബാപ്പെ ഭയങ്കര മങ്ങിയ പെർഫോമൻസ് ആയിരുന്നു ലിവർപൂളായിട്ടുള്ള കളി. പെനാൽറ്റി മിസ്സാക്കി, ഒരു എന്താണ് കയ്യിലടിച്ചിട്ടേ നീ പിടിച്ചോന്ന് പറഞ്ഞ രീതിയിലാണ് അടിച്ചിട്ടുള്ളത്. എംബാപ്പയ്ക്ക് ലീഗിൽ ഒരു അവാർഡ് ഉറപ്പാണ്, ഏറ്റവും കൂടുതൽ ഓഫ് സൈഡിനുള്ളത്. അത് ഉറപ്പാണ്, വേറെ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അല്ല, എംബാപ്പെ വരുമ്പോ നമുക്ക് എല്ലാവരും പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വാനോളം അത്രയും വലിയ പ്രതീക്ഷയിലായിരുന്നു പുള്ളിക്കാരൻ. എംബാപ്പെ ഒന്നും ഈ നിലവാരത്തിലുള്ള കളിക്കാരനല്ല, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന നിലവാരത്തിലുള്ള കളിക്കാരനല്ല. കാത്തിരുന്ന് സൈൻ ചെയ്താണ്, സൈൻ ചെയ്തിട്ട് വാട്ടർ വേസ്റ്റ് ആയിക്കാണ്. പക്ഷെ
നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. ഇനിയിപ്പോ നെക്സ്റ്റ് സീസണിൽ ചിലപ്പോൾ കത്തി കയറും. നെക്സ്റ്റ് സീസൺ ചിലപ്പോൾ സീസൺ പകുതി നമ്മളായിരിക്കും ഒന്ന് ടീമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ക്ലിക്ക് ആക്കാൻ വിനിഷ്യസ് ആദ്യം വന്ന സമയത്ത് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ അത്രയ്ക്ക് ഇതായിരുന്നു. കരിഞ്ഞു പോലും എന്തെങ്കിലും പ്ലെയർ അത് ഉറപ്പാണ്. അല്ല ടാലന്റ് ഉള്ള പ്ലെയറാ, പക്ഷെ ടൈം എടുക്കും. പക്ഷെ എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ആൻസലോട്ടിനെ പോലത്തെ ഒരു കോച്ചിനെ എംബാപ്പേനെ ക്ലിക്ക് ആക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആർക്കാന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ഇതിന് കോച്ചിന്റെ അല്ല എനിക്ക് തോന്നുന്നത്, എംബാപ്പെ എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോ കോച്ച് കഴിഞ്ഞ കളി അവനെ കളിപ്പിച്ചത് അവന്റെ ശരിക്കുള്ള ഫോർമേഷനിലുള്ള കളി തന്നെ കളിപ്പിച്ചത്. എംബാപ്പയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയണെങ്കിൽ ഈ പറഞ്ഞ പോലെ റയലിന് ഇപ്പോഴും ടോണി ക്രൂസിനെ പോലെ ഒരു പ്ലെയറിനെ മിസ്സിംഗ് ഉണ്ട്. കാരണം മോഡ്രിച്ച് എല്ലാ കളിയും കളിച്ചാലും മോഡ്രിച്ച് ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടി അറ്റാക്കിംഗ് മൈൻഡഡ് ആണ്. ആ കമ്പോസ് ചെയ്തുള്ള ഒരു കളിയില്ല മോഡ്രിച്ചിന്. വാൽവർദെ ആണെങ്കിൽ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ ആണ്. ചൗമിനി കമവിംഗ് ഇവരൊക്കെ CDMs ആണ്. അങ്ങനെയാണെങ്കിൽ 1-2 സീസൺ ടോണി ക്രൂസിന് ചെറിയ വയസ്സുണ്ടായല്ലോ റിട്ടയർ ചെയ്തപ്പോ. അല്ലാതെ ഓരോരുത്തർ റിക്വസ്റ്റ് ചെയ്താ ചിലപ്പോ നിന്നേനെ റയൽ മാഡ്രിഡിനോട് നിൽക്കൂലായിരുന്നു. ടോണി ക്രൂസ് നേരത്തെ റിട്ടയർഡ് ആവാൻ വേണ്ടി ടോണി ക്രൂസ് നേരത്തെ അതന്നെ പറഞ്ഞ റയലില് റിട്ടയർ ആവണമെന്നല്ല അവന്റെ ആഗ്രഹം. അപ്പൊ ഒരു സീസൺ 2 സീസൺ നിൽക്കൂലായിരുന്നു പറയണം. ടോണി ക്രൂസ് എന്ന് പറഞ്ഞാൽ വേറെ മൈൻഡഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ യങ്ങർ ജനറേഷന് കുറച്ചുകൂടി ഇത് കൊടുക്കണം എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് പയ്യിറങ്ങിപ്പോയി വെച്ച് കഴിഞ്ഞാൽ അവനുണ്ടെങ്കിൽ എപ്പോഴും പ്രൈവറ്റ് കൊടുക്കുക ടോണി ക്രൂസ് തന്നെ ആയിരിക്കും. അപ്പം മറ്റുള്ളവർ വെറുതെ ഒരു ഷാഡോ പോലെ ബെഞ്ചിൽ തന്നെ ഇരിക്കുക. അവരുടെ ടാലന്റ് എപ്പോഴും ഒരു വേസ്റ്റ് ആയിരിക്കും. റയലിന്റെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് CF ഇല്ല. ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇപ്പോഴും ആ ടീമിലില്ല. കാരണം ഈ പറഞ്ഞ നിങ്ങൾക്ക് നോക്കണുണ്ടല്ലോ, ചിരിക്കണുണ്ടല്ലോ. എന്താടാ 50 കോടി പക്ഷെ 50 മില്യണാ ഇത്ര കൊടുത്ത് ടോപ്പ് വൺ ഓഫ് ദ ബെസ്റ്റ് ബെസ്റ്റ് സ്ട്രൈക്കർ ഇൻ ദ വേൾഡ് വാങ്ങിയിട്ട് എംബാപ്പെ ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ ആണ്. ST അല്ല, CF അല്ല. എംബാപ്പെ പ്രോപ്പർ സ്ട്രൈക്കർ ആണ്. PSG എവിടെ കളിച്ചോണ്ടോ ലെഫ്റ്റ് വിങ് നെയ്മർ കളിച്ച, റൈറ്റ് വിങ് പിന്നെ മെസ്സി നെയ്മർ പകുതി കളി കളിച്ചിട്ടില്ല. നെയ്മർ ഉള്ളപ്പോഴേ കളിക്കണേ. പക്ഷേ ഞങ്ങൾക്ക് അവൻ എന്തെങ്കിലും ന്യായീകരിക്കട്ടെ. വേറെ കാര്യമുണ്ട്. ബാഴ്സ തോറ്റ് അത്ര ഉള്ളു ഞങ്ങൾക്ക് പറയാം. അല്ലാണ്ട് ഇന്നലെ ഒരുത്തൻ സ്റ്റാറ്റ്സ് ഇട്ടേക്കണതാ ബാഴ്സ തോറ്റ് കഴിഞ്ഞപ്പോ. ലമീൻ യമാല് കളിച്ചില്ല, ഫസ്റ്റ് ലെവലിൽ ഉണ്ടായില്ല. യമാല് കളിച്ച ആദ്യത്തെ 5 കളിയില് 4 കളി തോറ്റു. ലെവലില്ലാത്ത കളികള് 4 കളി തോറ്റു, 1 ഡ്രോ. അപ്പൊ ഫസ്റ്റ് ലെവലിൽ ഉണ്ടെങ്കിൽ ജയിച്ചിരുന്നു. യമാലുണ്ടെങ്കിൽ ജയിച്ചായിരുന്നു. അത് മുസ്താഖിനെ പോലത്തെ ഇതുപോലെ വേറെ ടൈപ്പ്. അതെ അതെ. പക്ഷെ ഞാനിപ്പോഴും റയലിന്റെ തോൽവിനെ ന്യായീകരിക്കണല്ല. ഞാൻ പറയണെന്ന് പറഞ്ഞാൽ നിങ്ങളത് മനസ്സിലായി. ഞാൻ പറയണത് റയലിന്റെ പ്രശ്നങ്ങളാണ്. റയലിന് ഒരു സെന്റർ ഫോർവേഡ് പ്രശ്നം ഇപ്പൊ അതല്ല. നീ ഇപ്പൊ ഒരു മാച്ചിന്റെ ബിഫോർ ആഫ്റ്റർ ആണ് പ്രശ്നം. അതാണ് പ്രശ്നം. നീ ബിഫോർ ഇട്ട് പൊക്കി കൊടുത്തിട്ട് ആഫ്റ്റർ തോറ്റ് ഞങ്ങൾ അടിച്ചിരിക്കും. ഞാൻ ഇനിയിടും. ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് എന്റെ ടീമിന് വിശ്വാസം. ഞാൻ അങ്ങനെ പറയണോണ്ട് പൊട്ടണെന്നുള്ള ഒരു വിശ്വാസവും വിചാരം അങ്ങനത്തെ ഒരു ബാഡ് തോട്ട് എനിക്കില്ല. റയല് കളിച്ചാൽ ജയിക്കും. എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി എന്റെ ടീമിന് സപ്പോർട്ട് ചെയ്യാൻ അത്രേ ഉള്ളൂ. പക്ഷെ പുള്ളി ഇപ്പൊ എയറിലാണെങ്കിൽ നടക്കണേ എയറില് വായിക്കറിയാൻ പാടില്ലല്ലോ കമന്റ്. റയലോടെ അടുത്തിലോട്ട് പോവാ. ഈ പറഞ്ഞ പോലെ പറയല്ലേ കേസ് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ബാർസയുടെ കേസ് എങ്ങനെ പറയാണ്ടിരിക്കാൻ പറ്റാം. ബെസ്റ്റ് സീസൺ ആഫ്റ്റർ ഏജസ്, ബെസ്റ്റ് അറ്റാക്കിംഗ്, ബെസ്റ്റ് ഡിഫൻസ്, എല്ലാം ബെസ്റ്റ് ആണ്. പക്ഷേ ലാലിഗ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ റയൽ 2 കളി കുറവേ കളിച്ചിട്ടുള്ളൂ. എന്നിട്ടും ബാഴ്സക്ക് 4 പോയിന്റ് വ്യത്യാസമുള്ളൂ. 3 ലോസ് ഉണ്ട്. 3 ലോസ് ഓൾറെഡി ഉണ്ട്. വേറൊരു സംഭവം അറിയോ? സാവി ഇതേപോലെ തന്നെ 10 കളി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ബാഴ്സക്ക് 35 പോയിന്റ് ഉണ്ടായി. ഹാൻസി ഫ്ലിക്കിന്റെ കയ്യിൽ 34 പോയിന്റ് ഉള്ളൂ. പക്ഷെ സാവിന്റെ 35 അല്ല പുള്ളി അങ്ങനെ പറയട്ടെ. നീ അത് 15 മാറിപ്പോയി. 15 കളിയിൽ മാറിപ്പോയി. 15 കളിയിൽ സാവിയുടെ കീഴിൽ ബാഴ്സക്ക് 35 പോയിന്റ് ഉണ്ടായി. ഫ്ലിക്കിന്റെ കീഴിൽ 34 ഉള്ളൂ. അപ്പൊ സാവി അല്ല സാവിസ് ബെറ്റർ എന്നുള്ള അങ്ങനത്തെ ഒരു ഇതെല്ലാം പറയണേ. സാവി പോരാൻ മോശമാണെന്നുള്ള രീതിയിൽ എന്താ പറയുക, ആദ്യം സാവിയുടെ നിൽക്കാൻ പറഞ്ഞു ബാഴ്സ മാനേജ്മെന്റ്. എന്നിട്ട് സാവി നിന്ന് കഴിഞ്ഞപ്പോൾ അവര് തന്നെ സാവിനെ പുറത്താക്കി ഫ്ലിക്കിനെ കൊണ്ടുവന്നു. ഫ്ലിക്ക് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഭയങ്കര അടിപൊളി ഫുട്ബോൾ എക്സ്പെക്ടേഷൻസിന്റെ അബോവ് ആയിരുന്നു. പക്ഷേ ഫ്ലിക്ക് ബോൾ പക്ഷെ ഇപ്പൊ ഇവിടെ പോയി സീസൺ പോകുന്നിടത്തോളം നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. കാരണം അതിപ്പോ ഞങ്ങൾ മറ്റേ മുന്നത്തെ പോഡ്കാസ്റ്റിൽ ഞങ്ങളത് പറഞ്ഞായിരുന്നു, ഈ ഓഫ്ലൈൻ ട്രാപ്പ് എന്തോരം പിടിച്ചേക്കുന്നുള്ളത്. അതിപ്പോ തന്നെ ഇപ്പൊ അതിനൊരു ആൻസർ ആയി ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ്. പക്ഷെ ഞങ്ങളാകെ പോയി ഒരു 3 കളി ഒന്ന് തെന്നിപ്പോയി എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ തിരിച്ചു വരും, ശക്തമായി തിരിച്ചു വരും.
നീ പേടിക്കണ്ട. ഞങ്ങൾ തോറ്റത് ബാഴ്സലോണ, ലിവർപൂള്, അപ്പൊ ബാർസക്ക് മാത്രം തിരിച്ചുവരാൻ പറ്റില്ല, റയൽ മാഡ്രിഡ് തിരിച്ചുവരാൻ തിരിച്ചു വന്നോട്ടെ. പക്ഷെ ഞങ്ങൾ ഈ ഡയലോഗ് അടിക്കണില്ല മാച്ചിന് മുന്നേ. ഞങ്ങൾ ഇന്ന് വിശ്വാസമില്ല. മാച്ചിന് മുമ്പ് ഡയലോഗ് അടിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ റയൽ തോറ്റത് ലിവർപൂള്, ബാഴ്സ, എസി മിലാൻ 3 ചാമ്പ്യൻസ് ലീഗ് ടീമുകളോട്ടാണ്. ബാഴ്സ തോറ്റത് ആരോടൊക്കെ? ഒസസൂന, ലെഗാനസ്, നമ്മള് മറ്റേ ഫുള്ള് ഇതിട്ട് കളിച്ചോണ്ട് 125 വർഷത്തില് എല്ലാരും ഒരു ജയം പ്രതീക്ഷിച്ചിട്ടുണ്ട്. 125 വർഷം ക്ലബിന്റെ 125ാമത്തെ ആനിവേഴ്സറിക്ക് സെലിബ്രേഷൻ ഞങ്ങളുടെ കൂടിപ്പോയി. അതാണ് പറ്റിയത്. ഞങ്ങളുടെ പെർഫോമൻസിൽ ബാധിച്ച്. എന്നാലും യമാല് ഫസ്റ്റ് കളി ഇല്ലാത്തോണ്ടാ തോറ്റത്, വേറെ ഒന്നുമല്ല. ഇതിപ്പോ മറ്റേ ബ്രസീല് സെമിയില് ജർമ്മനി ആയിട്ട് തോറ്റപ്പോ ആൾക്കാര് പറഞ്ഞില്ലേ നെയ്മർ ഇല്ലാത്തോണ്ടാണ് നിങ്ങൾ തോറ്റത്. അടിച്ച വിരോധം ഞങ്ങൾക്ക് വിരോധം അടിക്കില്ല. സീസൺ കഴിയുമ്പോ കപ്പ് പൊക്കി തരും. ഇത് എന്തായാലും സീസൺ കഴിയുമ്പോ കട്ട് ചെയ്തിട്ടുന്നതായിരിക്കും. സീസൺ കഴിയുമ്പോ കപ്പ് പൊക്കി കൊടുക്കുന്ന പറയണേ. എനിക്കതേ പറയാനുള്ളൂ. എന്തായാലും ഒരു ട്രോഫിയിൽ ബാഴ്സ സീസൺ അടിക്കാൻ പോലുള്ള ബെറ്റിനുണ്ട്. എന്ത് ഫുൾ ശവായി വന്തി. ഞാൻ എന്റെ മുടി വിട്ടു, നീ നിന്റെ മുടി വിട്ടു. ഞാൻ വിട്ടു. ഇത് വിഷയാവും. ഇത് വിഷയം. കഷ്ടപ്പെട്ട് വളർത്തിയത് ആളാ. സീസൺ തീർന്ന 7 മാസം സമയമുണ്ട്. അപ്പോഴേക്കും മുക്കുന്നത് അപ്പൊ തിന്ന് മറന്നോട്ടെ. എനിക്ക് അവന് ഓർമ്മയുണ്ട്. നമുക്ക് കാണാം ഈ സീസൺ കഴിയുമ്പോ ആര് ബസ്കറ്റ് അടിക്കുന്നത് കാണാം, ആര് ജയിക്കുന്നു നോക്കി. ഈ സീസൺ റയൽ ട്രോഫി അടിക്കുന്നു നമുക്ക് കാണാം. ബാഴ്സ അടിക്കോളൂ. എനിക്ക് ബസ്കറ്റ് അടിക്കാൻ ഞാനൊരു ടീമിനെ സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോ ബാഴ്സ റയൽ എന്ന് പറഞ്ഞ് നിക്കണ്ട, പ്രീമിയർ ലീഗിലോട്ട് വന്നാല അവിടെ അതിലും വലിയ കോമഡി നടക്കണം. കോമഡി എന്നല്ല, ട്രാജഡി എന്ന് പറയാ. പെപ് ഗോർഡിയോള മോന്റെ അടുത്ത് എനിക്ക് ഫസ്റ്റ് തന്നെ ചോദിക്കണം, കുട്ടാ എന്താണ് പ്രശ്നം ആശാന്റെ? നിങ്ങൾ സ്വയം പറയണ ഗ്രേറ്റസ്റ്റ് കോച്ച് ഓഫ് ഓൾ ടൈമിന്റെ പ്രശ്നം എന്താണ്? ആശാന്റെ പ്ലേസ് ഇല്ലാതെ എല്ലാ കോച്ചസിനും ഒരു ടൈം ചെറിയ ഡൗൺഫോൾ വരുമല്ലോ. പക്ഷെ സിറ്റിയുടെ വെച്ച് നോക്കുമ്പോ ചെറിയൊരു ഡൗൺഫോൾ അല്ല, 5 കളിയാണ്. അതായത് മുസ്താഖിന്റെ പേഴ്സണാലിറ്റി പറയുകയാണെങ്കിൽ റോഡിക്ക് പരിക്കാണ്, അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ആസ് പെർ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ കോച്ചിനും ഫുൾ സ്ട്രെച്ചിൽ ഒരിക്കലും മുന്നോട്ട് പോകില്ല. എല്ലാവർക്കും ഡൗൺഫോളും ഇതുണ്ടല്ലോ. ആ ഒരു ടൈം ആ ഒരു ഫേസ് കൂടെ കടന്നു പോകുന്നുണ്ടല്ലോ. ഹോസെ മൊറീനോ കോച്ച് ചെയ്ത സമയത്ത് 4.5 കൊല്ലത്തോളം ഉണ്ടല്ലോ അൺബീറ്റൺ ആയിട്ട് ഹോമിൽ പോയിട്ടുണ്ട്. ആ റെക്കോർഡ് ഇപ്പോഴും പൊട്ടൂല, ഇനി പൊട്ടേമില്ല അങ്ങനത്തെ ഒരു റെക്കോർഡ്. അത്ര കൊല്ലത്തോളം ഹോമിൽ അൺബീറ്റൺ ആയിട്ട് പോയിട്ടുണ്ട് ചെൽസി. ഈ സിറ്റിയുടെ പകുതി സ്കോഡ് പോലും ഉണ്ടായിട്ടില്ല. പിന്നെ മൊറീനോടെ ഈ പറഞ്ഞ പോലെ ഗോഡിയോടെ കമ്പാരിസൺ എടുത്തു. ഗോഡിയോടെ കോച്ച് ചെയ്തേക്കണ മൊത്തം സൂപ്പർ ടീംസിനാണ്. ബാഴ്സ, ബയോൺ, സിറ്റി ഇല്ലാന്ന് പറയാൻ പറ്റുമോ? മൊറീനോ ചെയ്ത പോലെ ഇന്റർ മിലാനെ വെച്ച് ഒരു ട്രിപ്പിൾ അടിക്കാൻ ഗോർഡിയോളൊക്കെ പറ്റുമോ? പോർട്ടോനെ വെച്ച് ഈ പറഞ്ഞ പോലെ ഒരു ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ ഗോർഡിയോളൊക്കെ പറ്റുമോ? റോമേനെ വെച്ച് ഒരു യൂറോ കപ്പ് അടിക്കാൻ ഗോർഡിയോളൊക്കെ പറ്റുമോ? ഇല്ല. പിന്നെ അതെ അതെ, വേറെന്തെങ്കിലും പറയണ്ട? വേറൊന്നുമില്ല, കൂട്ടിച്ചേർത്തോ? നത്തിങ് എൽസ്. നിനക്ക് എന്താ പറയാനുള്ള ഇതില്? ലാസ്റ്റ് കളിയില് പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂല് പുള്ളിയുടെ തല കണ്ടായിരുന്നു, കൊറേ സ്ക്രാച്ചസും. എന്താന്നറിയില്ല, ആയിരിക്കും എന്താന്നറിയില്ല, കൊറേ അസംഷൻസ് ഉണ്ട്. പുള്ളിയായിട്ട് തന്നെ ഇടിച്ചതായിരിക്കും, ആ ഒരു ഇതുണ്ടായിട്ടുണ്ടാവും. പുള്ളി ആകെ ഡൗൺ ആയിട്ട് എടുക്കാം. കാരണം പുള്ളിയുടെ കരിയറിൽ ആദ്യമായിട്ടാണ് കളി അടുപ്പിച്ച്, അതും പോരാണ്ട് മറ്റേ കളി 3-0 ജയിച്ചു വന്നിട്ട് അത് പിന്നെ ഡ്രോ ആയി. ലിവർപൂൾ ആണെങ്കിൽ യൂറോപ്പിലെ ഏറ്റവും ബെസ്റ്റ് ടീം, ശക്തമായി തിരിച്ചു വരുമോ നോക്കി. നമ്മളെല്ലാവരും സിറ്റി ആര് കപ്പടിക്കും പ്രീമിയർ ലീഗിൽ, ആര് ലിവർപൂൾ ഒരാള് ടോപ്പ് 4 ലിവർപൂൾ. ഞാൻ പറഞ്ഞ എന്റെ ടീം ലിവർപൂൾ ആയിരുന്നു. നീ ഉണ്ടായില്ല അതാണ് വിഷയം പറ്റിയത്. ഞാനുണ്ടെങ്കിൽ ലിവർപൂളെ പറയൂലായിരുന്നു. നമ്മെല്ലാവരും പറയും സിറ്റി പറഞ്ഞു, ഞാൻ ആഴ്സണൽ പറഞ്ഞു, യുണൈറ്റഡ് എല്ലാവരും തേർഡ് ഉണ്ടാവും എന്ന് പറഞ്ഞതാ. എന്റെ ടോപ്പ് 2 ടീം എന്നും ലിവർപൂളും സിറ്റിയാണ്. കപ്പടിക്കുന്ന 2 ടീം നോക്കി പറയാൻ നിങ്ങൾക്ക് അറിയാം. അല്ല, എനിക്ക് ഇഷ്ടമുള്ള 2 ടീമും അത് തന്നെയാണ്. ലാലിഗയിലെ റയലും ബാഴ്സയല്ലേ? അല്ല, ലാലിഗയിലും ബാഴ്സ മാത്രം. റയലിനെ ഇഷ്ടമാണ് കുറച്ച്. ടീമില്ല. അല്ല, ഞാൻ പിന്നെ ഇന്ററാവും. ആ വിഷയത്തിലോട്ട് നമുക്ക് പിന്നെ പറയാം, ഇപ്പൊ പറയണില്ല ലോട്ടോറോ മാർട്ടിനസിന്റെ വിഷയം. അല്ലെങ്കിൽ ആ ഫ്ലോയിൽ തന്നെ അങ്ങോട്ട് പോയാലോ? അല്ലേ, അങ്ങനെ തന്നെ പോവാം. നോമിനേഷൻ ഫിഫ ദ ബെസ്റ്റ് ടോപ്പ് 10 ബെസ്റ്റ് പ്ലേയേഴ്സ് പ്രഖ്യാപിച്ച്
അതിനകത്ത് ഒരു 9 പ്ലേയേഴ്സ് എടുത്താ ഓക്കെ, യൂറോപ്പിൽ കളിക്കണവരാ. ഇമ്പോസ്റ്റർ ഉണ്ട്. അതിനകത്ത് 9 പ്ലേയേഴ്സ് ഓക്കെ, യൂറോപ്പിൽ കളിക്കണവരാ, ട്രോഫീസ് നേടിയിട്ടുണ്ട്, ഇൻഡിവിജ്വൽസ് അവാർഡ്സും കാര്യങ്ങളും ഉണ്ട്. ഒരൊറ്റ ഇമ്പോസ്റ്റർ അതാരാ? ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമോ? ഫിഫക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. നിങ്ങൾ തന്നെ പറഞ്ഞോടാ. ഫിഫയുടെ മോനായിട്ട് വരും. ഞാൻ പറയണില്ല. 2022 വേൾഡ് കപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആ ലിസ്റ്റിൽ കിടക്കണം. ഇവിടെ പലരും ബാലൻഡ്യൂർ വന്നപ്പോ ലൗതാരോക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ ചിലവരുണ്ട്. അവര് ഒലിക്കും ഇപ്പൊന്നും മിണ്ടാനില്ല. മെസ്സി വന്നപ്പോ ഇപ്പൊ നീ പറഞ്ഞ പോലെ ബാലൻഡിയോറിന്റെ ക്രൈറ്റീരിയ വന്നപ്പോ ലൗട്ടോറോ മാർട്ടിനസ്, റോഡ്രിക്ക്, വിനിഷ്യസിന് മോളോട് വന്ന അർജന്റീന ഫാൻസ് ഉണ്ടായി. അർജന്റീന ഫാൻസ് മിണ്ടല്ല. അല്ല, അപ്പൊ ലൗട്ടോർ അടിച്ച ഇറ്റാലിയൻ സൂപ്പർ കപ്പ്, കോപ്പ അമേരിക്ക ടോപ്പ് സ്കോറർ, ഇറ്റാലിയൻ ലീഗ് ടോപ്പ് സ്കോറർ, സ്കുഡെറ്റോ, ഇതൊന്നുമില്ലേ? അതൊന്നും ഇപ്പൊ മെസ്സിക്ക് വന്നപ്പോ ലൗട്ടോറോ മാർട്ടിനസിന്റെ പേര് ആരും പറയണില്ല. എല്ലാരും സിബ്ഡാണ്. ലൗട്ടോറോ മാർട്ടിനസ് വിട്, ഹാരി കെയ്ൻ, ഫിൽ ഫോഡൻ, ഇവര് പോലും ടോപ്പ് 10 ഇല്ല. മെസ്സി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ടോപ്പ് 10 വന്നേക്കണം? ഇതിൽ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാല. ഈ പറഞ്ഞതുപോലെ ഫിഫയും മെസ്സിയും തമ്മിലുള്ള നമ്മ പറയുമ്പോ അവര് പറയും നമുക്ക് കിട്ടാത്ത എന്റെയാണ്. ഞങ്ങൾക്ക് ഒരു കോപ്പ അമേരിക്ക ഉണ്ടായിട്ടാ. എന്റെ പൊന്നെ, മെസ്സി അടിച്ചു കൊടുത്താണല്ലോ. എടാ, ലോട്ടോറോ മാർട്ടിനസിൽ നിങ്ങൾക്ക് കോപ്പ അമേരിക്ക മാർട്ടിനസിന് എന്റെയും പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ആണല്ലേ? എന്നിട്ട് നിനക്ക് മെസ്സേജ് അപ്പൊ നീ എന്താ പറഞ്ഞ ഞാൻ സ്ക്രീൻഷോട്ട് ഇപ്പഴത്തെ കാണിച്ചു കൊടുക്കട്ടെ. നല്ലൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ആസ് എ മെസ്സി ഫാൻ അവിടെ എന്റെ ആവശ്യമില്ല. ലൗതാരോ മാർട്ടിനസിനെ വേണമെങ്കിൽ കൊണ്ടുവരാം. പിന്നെ ഞാനെന്ത് പറയാനാ, അവന്മാര് 10 സെലക്ട് ചെയ്ത് അവിടെ ലൗതാരോ മാർട്ടിനസ് ആയിട്ട് പറഞ്ഞ മെസ്സി ഒരു കാര്യം ഉണ്ടായില്ല. പിന്നെ മെസ്സിയും ഞങ്ങൾ തമ്മിൽ ടൈപ്പ് കാരണം അല്ല, ഇങ്ങനെ മൊട്ടയുടെ കളികളാ. അതല്ല, ഇതിപ്പോ മെസ്സിനെ കൊണ്ടുവന്നോണ്ടിൽ ഇത്രയും കോൺട്രവേഴ്ഷ്യലായി. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇപ്പൊ പറഞ്ഞാൽ ഇവന് അർജന്റീന ഫാനാണ്, ലൗട്ടോറോ മാർട്ടിനസ് ഒന്നും കൂടി ഡിസേർവിംഗ്. പക്ഷേ എല്ലാവരും അല്ലാണ്ടേ പറയാനുണ്ടായി മെസ്സി ഫിഫ ബോയാണ്, ഫിഫ ആണെന്ന്. ഇപ്പൊ ഇതും കൂടി കൊണ്ടുവന്നതിനപ്പോ ഒന്നും കൂടി കോൺട്രവേഴ്ഷ്യൽ ആയില്ലേ? കാരണം ബാക്കിയുള്ള പ്ലേയേഴ്സ് എടുത്തോ, കാർവഹാല്, എംബാപ്പെ, വിനിഷ്യസ്, റിറ്റ്സ്, യമാല്, ഈ പറഞ്ഞ പോലെ വാൽവെർദെ, ക്രൂസ്, റോഡ്രി. എടാ, അതാണ് അപ്പൊ ഇതിന്റെ മെസ്സിയുടെ ഒന്നും എടുത്തേ. ഇതിന്റെ സ്ക്രീൻഷോട്ട് വേണ്ടി ഞങ്ങള് 2024 കോപ്പ അമേരിക്ക നെയ്മഡ് ഇൻ ദ കോപ്പ ബെസ്റ്റ് 11 വൺ ദ കോപ്പ അമേരിക്ക എന്ന് പറയുന്നത് സോൾ റീസൺ ലൗട്ടോറോ മാർട്ടിനസ് ആയിരുന്നു. എന്നിട്ടാണ് ഈ വൺ ദ കോപ്പ അമേരിക്ക എന്നുള്ളത് 2021 ആയിരുന്നെങ്കിൽ 100% വേറൊന്നുമില്ല. ഇപ്പോ ഇവൻ ഈ സൈറ്റ് എടുത്തേക്കണ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വെച്ച് കാണിച്ചു തരാം. ഓരോരുത്തരുടെ കാറ്റഗറി ഇൻഡിവിജ്വൽ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കടക്കണേണ്. മെസ്സിയുടെ വെറും 2 ലൈനി തീർന്ന്. ഇതിലിപ്പോ നോക്കണേ, ഇതും ഒരു വോട്ടിംഗ് സിസ്റ്റം തന്നെയാണ്. ഇനിയിപ്പോ അടുത്ത വോട്ടിംഗ് സിസ്റ്റം അല്ല, ഇതിന്റെ അത് ഈ പറഞ്ഞ പോലെ വിനീഷ്യസ് അല്ലെങ്കിൽ റോഡ്രി തന്നെ ഇരിക്കും. പറയാൻ പറ്റൂല ഇനി വേറെ ആരെങ്കിലും ഇടയ്ക്ക് ഒരു വരുമോന്ന്. വിനീഷ്യസിന് കറിയാൻ അടുത്തൊരു സാധനമായി. ഫിഫ ദ ബെസ്റ്റ് കണ്ടപ്പോഴാ ബാലൻഡ്യൂർ നിർത്തണമെന്നാ റയലിന്റെ ട്വീറ്റ് ഉണ്ടായിരുന്ന. ഇല്ല, സത്യം പറഞ്ഞ എല്ലാ അവാർഡ്സും ഭയങ്കരമായിട്ട് ബയാസ്ഡ് ആയിട്ട് തന്നെയാണ്. പഴയ ആ ഒരു എന്താ പറയാ ഒരു വാല്യൂ ഇല്ല ഒന്നിനും. കാരണം ഭയങ്കരമായിട്ട് പൊളിറ്റിക്സ് ബാലൻഡോറിനേക്കാളും വാല്യൂ യൂട്യൂബ് അവാർഡ്സിനാണ്. അത് പറയും. ഇവർക്ക് വിഷമമുണ്ട്. പറഞ്ഞോടാ, ക്രിസ്ത്യാനോ മിസ്റ്റർ ബീസ്റ്റിന്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ സംസാരിക്കാനുള്ള? വളരെ നല്ല തീരുമാനം. ഫുട്ബോൾ മാച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കുന്നുണ്ട്. അതെ, നമ്മ ഫിഫ ദ ബെസ്റ്റ് കയറുന്നതിൽ അവന്റെ വിഷമം. അവൻ അവിടെ യൂട്യൂബ് വീഡിയോ ഇട്ടോണ്ടിരിക്കണേ. ഇപ്പൊ നിങ്ങൾ ടോപ്പ് പ്ലേയേഴ്സ് എടുത്തു. ഫിഫ ദ ബെസ്റ്റ് ടോപ്പ് ഫോർവേഡ് എടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് ക്രിസ്ത്യാനോ ഉണ്ട്. അതിന്റെ അകത്ത് ക്രിസ്ത്യാനോയുടെ സ്റ്റാർട്ട് സൈഡ് ഈ പറഞ്ഞ 2 ലൈനിലെല്ലാം നിൽക്കണം. അതിലും കൂടുതൽ ലൈനുകൾ ഉണ്ട്. പെനാൽറ്റി അടിച്ചെന്നുള്ളതാണ്. പെനാൽറ്റി അടിക്കാൻ കഴിവ് വേണം, അല്ലാണ്ട് മാനത്തടിച്ചുള്ളതിനാണ്. വേൾഡ് കപ്പിൽ പെനാൽറ്റി അടിക്കാൻ കഴിവ് വേണ്ട, പക്ഷെ ഇങ്ങനെ സാധാരണ ലീഗിൽ പോയിട്ട് അടിക്കാൻ കഴിവ്. പെനാൽറ്റി അടിക്കാൻ കഴിവണം, പക്ഷെ പെനാൽറ്റി വാങ്ങാനും കഴിവണം. അതെ, വാങ്ങിച്ചെടുക്കാനും കഴിവണം. ആയിക്കോട്ടെടാ. 2022 വിഷമം ഇപ്പോഴും തീർന്നിട്ടില്ല കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷം. നോമിനേഷന് വന്നപ്പോ നിനക്കൊന്നും മനസ്സിലാവല്ലേ? സ്റ്റോറി ഇട്ടിട്ടുണ്ടായി ഫിഫ ദ ബെസ്റ്റ് എന്നും പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഒരുത്ത മെസ്സേജ് എന്ന് പറഞ്ഞ മെസ്സേജ് ഞാനും മെസ്സേജ് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യണ അല്ലാന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന്. മെസ്സി പുള്ളിക്കാരൻ കളിക്കണോടത്തോളം കാലം പുള്ളിക്കാരൻ ഡിസർവിംഗ് ആണെന്ന്.
ഇങ്ങനെയുള്ളവരോടൊക്കെ എന്ത് പറയാ, ഞാൻ നേരിട്ട് നമസ്കാരം വിട്ടു. അതും ഇന്റർ മിയാമി. അല്ല, അതിനു മുമ്പ് ഈ പോഡ്കാസ്റ്റ് ഇരിക്കണുണ്ടല്ലോ, അയച്ചു കൊടുത്തപ്പോ എന്തൊക്കെയാ പറഞ്ഞറിയോ? മെസ്സിനെ താഴ്ത്തുന്ന സമയത്ത് മെസ്സിനെ താഴ്ത്തണം ഇവിടെ. എത്ര ഹേറ്റേഴ്സ് മെസ്സിനെ താഴ്ത്തിയാലും മെസ്സി പൊക്കിക്കോളും. സൂപ്പറേ, അതെ 100% ആത്മാർത്ഥത്തോടെ സത്യസന്ധത്തോടെയും കൂടി പറയാനാണ്, മെസ്സിനെ ഒരു കാലത്തും താഴ്ത്തണമില്ല, കുറ്റം പറയണമില്ല. പക്ഷേ അർഹിക്കേണ്ടത് കിട്ടേണ്ടത് കിട്ടണം, അത്രയും പറഞ്ഞു. കൊടുത്തിട്ടില്ല, ലിസ്റ്റ് എന്തിന് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് പ്രഖ്യാപിച്ച് ഇന്റർ മിയാമി അവിടെ നിന്ന് വന്ന് എല്ലാം കൂടി കണക്ട് ചെയ്യണം മെസ്സിയില. ഇപ്പൊ ക്ലബ് വേൾഡ് കപ്പിലായി ഇന്റർ മിയാമി ഉണ്ട്. ഇന്റർ മിയാമി ഇവിടെ നിന്ന് റയല്, അത്ലറ്റിക്കോ മഡ്രിഡ്, ഡോട്ട്മുണ്ട്, പിന്നെ അൽ ഹിലാല്, സൗദിത്തെ ചൈനീസത്തെ ചാമ്പ്യന്മാര്, ഖത്തറിത്തെ ചാമ്പ്യന്മാരുകളാണ് വന്നേക്കണേ. ഇത് വെറുതെ ഒരു ഇൻവിറ്റേഷൻ, അതും മുട്ടയുടെ ഫിഫ പ്രസിഡന്റ്. അത് പേഴ്സണലി വന്ന് ഇതിനൊക്കെ എന്താ മനസ്സിലാക്കുക? ഒന്നും പറയാ, ചിലർക്കൊന്നും അടുത്ത ടോപ്പിക്ക് നമുക്ക് പോയാലോ. ഇവരിങ്ങനെ പറഞ്ഞ ജയിക്കട്ടെ, അപ്പൊ നമ്മൾ എടുക്കുന്നത് ഇവര് പറഞ്ഞു ജയിക്കണം. എന്ത് പറഞ്ഞാലും മറ്റേ ഒരു ഡിബേറ്റ് തോറ്റേനാ 2022 വേൾഡ് കപ്പ്. നമുക്ക് കോപ്പ അമേരിക്ക, MLS ഷീൽഡ്. ഷീൽഡ് ഈ 41 ഗോൾ അടിച്ച റൊണാൾഡോക്ക് എത്ര ഈ സീസൺ ഞങ്ങളുടെ ഫൈനലൊന്നും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. ഇല്ല, ലീഗ് തുടങ്ങിയിട്ടേ നോമിനേഷനിൽ ഇനി റൊണാൾഡോ ഉണ്ടാവും നോക്കണം. കാരണം വെച്ചാൽ ഈ ഒരു കലണ്ടർ ഇയറില് 40 ഗോൾസ് ആയില്ലേ, 45 45 ഗോൾസ് ആയി. റൊണാൾഡോയുടെ പുതിയ വീഡിയോ വന്നിട്ട് മിസ്റ്റർ ബീസ്റ്റ് ആയിട്ടുള്ള എല്ലാരും കാണുക. എല്ലാരും കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഓൾറെഡി ഗോൾഡൻ ബട്ടൺ, ഡയമണ്ട് ബട്ടൺ, പ്ലാറ്റിനം ബട്ടൺ, മറ്റേ റെഡ് ബട്ടൺ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനൊന്നും വേൾഡ് കപ്പ് ബട്ടൺ മാത്രം കിട്ടി. നീ ഇത്ര നേരം കൂടെ അല്ല, വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്തിട്ടില്ല പറയുന്നുണ്ട്. രസമുണ്ട്, ഞങ്ങക്ക് നാലുണ്ടോ. 2006 ഞങ്ങളാ പഠിച്ചത്. നീ കളി കണ്ടു? ഞാൻ ജനിച്ചിട്ടുണ്ട്. നിനക്ക് എത്ര വയസ്സുണ്ടപ്പോ? എനിക്കൊരു 7-8 വയസ്സുണ്ട്. പിന്നെ ആ സമയത്ത് നിനക്ക് ആരും അറിയത്തില്ല കളിച്ച്. കന്നവാരോ, മാൽദീനി, എല്ലാം എനിക്കറിയാം. ഞങ്ങൾക്ക് സിദാനെ പറയാത്ത ഈ റെയിൻട്രീനെ പറയാം. ടീമിന്റെ കാര്യം പറയണത്, വേൾഡ് കപ്പ് കപ്പടിച്ച ടീമിന്റെ കാര്യം. ഈ ഫുട്ബോളിന്റെ സ്പെല്ലിംഗ് നിനക്ക് അറിഞ്ഞൂടായിരുന്നു. 2006 കേസ് വിട്. അങ്ങനെയെങ്കിലും അവന് പറയാൻ വേൾഡ് കപ്പ് ഉണ്ട്. ഒരു കപ്പില്ലാതൊരു ടീമിന് 2 കപ്പ് നേടിക്കൊടുത്ത ആരാണ്? വേൾഡ് കപ്പ് ഉണ്ട്. വേൾഡ് കപ്പ് അല്ല, യൂറോ കപ്പ് ഉണ്ട്, കോൺഫെഡറേഷൻസ് കപ്പ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഇത് ആരാ നേടിക്കൊടുത്തത്? ഈ പറഞ്ഞ അർജന്റീനക്ക് മെസ്സി വന്നേക്കാളും മുമ്പ് കപ്പ് ഉണ്ട്, ഇറ്റലിക്ക് ഈവൻ ജനിക്കുന്നേക്കാളും മുമ്പ് കപ്പ് ഉണ്ട്, പോർച്ചുഗലിന് 0 ട്രോഫീസ് ആയിരുന്നു. ആ 0 ട്രോഫീസിൽ നിന്ന് 2 കപ്പ് നേടിക്കൊടുത്ത അപ്പോ രാജ്യത്തിന്റെ വേൾഡ് കപ്പ് ആണ് ആ സ്വപ്നം കാണിച്ചതും, ട്രോഫികൾ നേടാൻ പറ്റുന്ന സ്വപ്നം കാണിച്ചതും, മാറിയതും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞ ഒറ്റ മനുഷ്യനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാതെ. റൊണാൾഡോയുടെ വേർപ്പിലാണ് നിങ്ങളുടെ നാട്ടിലോട്ട് വരാം. അർജന്റീന ഇന്ത്യയിലോട്ടല്ല ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഇതാണ്. ആക്ച്വലി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് എന്നാലും നമുക്ക് പറയാം, അർജന്റീന ഇന്ത്യയിലോട്ടല്ല കേരളത്തിലോട്ട് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഓരോരുത്തരുടെയും വിലയിരുത്തലും അഭിപ്രായങ്ങളും നീ തന്നെ എനിക്കിപ്പോ ഒന്നും പറയാലോ, നിങ്ങൾ പറ. നീ തന്നെ തുടങ്ങിക്കോ. എന്തായാലും പിന്നെ നടക്കുന്നത് എന്തായാലും നീ എനിക്ക് ഗുണം പറയും. അതിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞു. എനിക്കത് ഇഷ്ടം, എടേ പറഞ്ഞത് ഇഷ്ടം. ഇടയിലുണ്ണി നീ പറ, വിശക്കണ്ണ് നീയല്ലേ? ഇല്ല ഇല്ല, പുസ്തകം കുടിക്കുക. അശ്വിനൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ വ്യൂ വേണ്ടത്. അതെ, ഞങ്ങളുടെ പ്രേക്ഷകർക്കും. അർജന്റീന ടു കേരള വളരെ നല്ലൊരു ആശയമാണ്. കാരണം ഈ പറഞ്ഞ പോലെ ആ ഒരു സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ മെസ്സിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളൊരു രാജ്യം നമ്മുടെ ഇന്ത്യ തന്നെ ആയിരിക്കും. ആ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മെസ്സിക്ക് ഫാൻസ് ഉള്ളത് നമ്മുടെ കേരളത്തിലായിരിക്കും, അതിനൊരു സംശയമില്ല. കുറേ കോടിക്കണക്കിന് ആളുകളുടെ സ്വപ്നമായിരിക്കും മെസ്സിനെയും അർജന്റീന ടീമിനെയും നേരിട്ട് കാണാമെന്നുള്ളത്. കാരണം ഈ പറഞ്ഞ എല്ലാവർക്കും ടിക്കറ്റ് എടുത്ത് അവിടെ പോയി കളിയുണ്ട്, അത് നടക്കണ കേസൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് എന്താ പറയുക, അവരുടെ ഏറ്റവും വലിയൊരു ഡ്രീം, മഹാത്ഭുതം, ഒരു ആഗ്രഹം, അത് നടക്കാൻ വേണ്ടിയാണ് അതിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ ഇതാണ്. പക്ഷേ ഇതിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ഒരു 200-250 കോടിയോളം മുതൽ മുടക്ക് ചിലവുണ്ട് അർജന്റീന ഫെഡറേഷൻ കൊടുക്കണം. സോ ഇതിൽ നിന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും ചിലവ് ചെയ്ത് അർജന്റീനയെ കൊണ്ടുവന്നതിനാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ പറഞ്ഞതുപോലെ മെസ്സി വരും, കൺഫർമേഷൻ ഇല്ല.
അർജന്റീനൻ പ്ലേയേഴ്സ് ആരൊക്കെ വരും എന്നുള്ളതിന് അറിഞ്ഞൂടാ. പിന്നെ ടിക്കറ്റ് പ്രൈസ് ഈ പറഞ്ഞ പോലെ ISL പോലെ 250 350 ഒന്നും ആയിരിക്കൂല. കാരണം സൗദി ഇപ്പോൾ അൽ നാസറും ഇന്റർ മയാമിയും കളി വെച്ചിട്ട് ലക്ഷണോളം ഈ പറഞ്ഞ ഒരു ടിക്കറ്റിനൊക്കെ 2 ലക്ഷം 5 ലക്ഷം വരെ ടിക്കറ്റ് ഉണ്ട്. മെസ്സി ക്രിസ്ത്യാനോ കളിച്ചില്ല, മെസ്സി ആപ്പാടെ 10-15 മിനിറ്റേ കളിച്ചുള്ളൂ, നഷ്ടമില്ലേ കളി കാണാൻ വന്നവർക്ക്. സോ ഇതെല്ലാം നമുക്ക് അറിയണം. പിന്നെ എന്നായിരിക്കും കളി, മെയിൻ കൺസേൺ അതൊന്നുമല്ല എൻ്റെ. ഇപ്പോൾ അർജന്റീന കേരളത്തിൽ കളിക്കുന്നുണ്ട്. ഈ കളിക്കണ ഓപ്പോസിറ്റ് ടീം ഇന്ത്യൻ ടീമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ടീമും വേറെ ഫോമായിട്ട് വന്നാൽ അപ്പോൾ എല്ലാവരും പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വിസിബിലിറ്റി എന്നാണ്. എന്ത് വേൾഡ് വൈഡ് വിസിബിലിറ്റി ഇതിന്ന് ഉദ്ദേശിക്കണേ? നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു കളിക്കാരൻ കളിക്കണമില്ല, നമ്മുടെ ടീം കളിക്കണമില്ല. അപ്പോൾ അർജന്റീന പ്ലേയേഴ്സ് ഈ പറഞ്ഞ പോലെ കളിക്കാൻ പോണത് ഒന്നില്ലെങ്കിൽ ഖത്തർ അല്ലെങ്കിൽ സൗദിക്കെതിരെ ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് എന്ത് റെക്കഗ്നിഷനാണ് കിട്ടണം? ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡുവാലിപ്പ, ടുമോറോ ലാൻഡ് ഇവരെല്ലാം നമ്മുടെ നാട്ടിൽ വന്ന് കോൺസേർട്ട് നടത്തുന്നുണ്ട്. അതിൽ നിന്ന് നമുക്കെല്ലാം റെക്കഗ്നിഷൻ കിട്ടണുണ്ടോ? ഒന്നും കിട്ടണില്ല, ജസ്റ്റ് ഫാൻസിനെ കാണാമെന്നുള്ളൂ. പക്ഷേ അതൊരു ഇവന്റ് പോലെ എന്ന് വിചാരിക്കുക. ഇത് അർജന്റീന ഇത്രയും കാശ് മുടക്കി 250-200 കോടിയോളം മുടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? ജസ്റ്റ് ഫാൻസിനെ കാണാൻ വേണ്ടി മാത്രം ഇത്രയും കാശ് ഇറക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് ഞാൻ പറയണത്. സോ 200-250 കോടി മുടക്കണ സമയത്ത് അതേപോലെ തന്നെ നമ്മുടെ നാടിനും കൂടി നമ്മുടെ നാട്ടിലെ പ്ലേയേഴ്സിനും കൂടി എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്ന രീതിയിൽ അത് ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആയിരിക്കണം. കാണികൾക്ക് അർജന്റീനയെ കാണാൻ പറ്റണം, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്ലേയേഴ്സിന് ഒരു വിസിബിലിറ്റി കിട്ടണം, റെക്കഗ്നേഷൻ കിട്ടണം. അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷനിലോട്ട് വന്നതിനാൽ ബെറ്റർ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വലിയ അഭിപ്രായമില്ല. അർജന്റീന വരുന്നതിൽ വലിയ അഭിപ്രായമില്ല. അർജന്റീന വന്നതിന് എനിക്ക് അഭിപ്രായക്കുറവൊന്നുമില്ല. കാരണം കോടിക്കണക്കിന് ജനങ്ങളുടെ മെസ്സി എന്ന് പറഞ്ഞപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെല്ലാവരും മെസ്സി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരും. നിങ്ങളൊന്നും ഞാൻ ടിക്കറ്റ് എടുത്തോ, എനിക്ക് മെസ്സിനെ കാണുമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അത് കാണുന്നുള്ള അത്രയ്ക്ക് വലിയൊരു സംഭവം തന്നെയാണ്, അതിനുള്ള മനുഷ്യനുണ്ട് അത്. പക്ഷേ അവിടെ ഇത്രയും കാശ് ഇറക്കുന്നുണ്ട്, 200-250 കോടിയോളം രൂപ. അതിന് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? അതാണ് ഞാൻ ചോദിക്കണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ യൂത്തിനൊരു പ്രയോജനം വേണം, വളർന്നു വരുന്ന ഫുട്ബോൾ പ്ലേയേഴ്സിന്. ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ ഈ പറഞ്ഞിട്ട് കേരളത്തിന് എന്താ പറയാ, ഫുട്ബോളിന്റെ കാര്യത്തിൽ ഇന്ത്യനേക്കാൾ കൂടുതൽ റെക്കഗ്നീഷൻ കേരളത്തിന് പണ്ട് മുതലേ കിട്ടിയിട്ടുണ്ട്. അത് മെസ്സി എന്തോ പണ്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായെന്ന് എനിക്ക് തോന്നണം, ഓർമ്മ. പക്ഷെ ഞാൻ പറയുന്നത് ഈ 2024 ഫുട്ബോൾ അർജന്റീന വേഴ്സസ് ഇന്ന ടീം കൺഫേം ആയിട്ടുണ്ട് 2025. ഈ 2024 മുമ്പ് വരെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. അതായത് കേരള ഫുട്ബോൾ ടീമോ ഇന്ത്യൻ ഫുട്ബോൾ ടീമോ എന്തെങ്കിലും ചെയ്തായിട്ട് വലിയൊരു കാര്യം ചെയ്തായിട്ട് ആർക്കും അറിയില്ല. മീൻസ് സാധാ ലീഗ്, ISL, ഇന്ത്യൻ സൂപ്പർ ലീഗ്, അതൊന്നും അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തേക്കുന്ന ആർക്കും റെക്കഗ്നേഷൻ ഒന്നുമില്ല. പക്ഷേ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് മുടക്കി ഒരു ടീം വന്ന് കളിക്കുന്ന ചെയ്യാൻ വിസിബിലിറ്റി കിട്ടും, പ്ലേയേഴ്സിന് വലിയ കാര്യം ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഒന്നും ചെയ്യാണ്ടിരിക്കുന്നേക്കാൾ ഭേദമല്ലേ ഇങ്ങനെ ഒരു റെക്കഗ്നേഷൻ കിട്ടി, ഒരു സ്റ്റാർട്ട്, ഒരു മുതൽ മുടക്കുന്ന രീതിയിൽ ഒരു സ്റ്റാർട്ട് ഒരു പടി വയ്ക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് അല്ല ഇതിനു വേണ്ടി ഫണ്ട് ഇറക്കണത്, കേരള ഗവൺമെന്റ് ആണ്. അപ്പൊ കേരള ഗവൺമെന്റ് ഇത്രയും ഫണ്ട് ഇറക്കി കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഇനി പറഞ്ഞ പോലെ വിസിബിലിറ്റി കിട്ടുമ്പോൾ സ്റ്റാർട്ട് ആവുന്നു. നമ്മ ഇന്ത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ടല്ലേ ഒന്നും കൂടി നോക്കണ്ട. കാരണം കളിക്കുമ്പോൾ കേരള ടീമായിരിക്കില്ല കളിക്കണേ, ഇന്ത്യൻ ടീമായിരിക്കും കളിക്കണേ. അപ്പോൾ ഇത്രയും മുതൽ മുടക്കി കേരളത്തിന് വേണ്ടി ആൾക്കാരെ കൊണ്ടു നിന്നിട്ട് അതെന്ത് ബെനിഫിറ്റ് ഇല്ലല്ല. ഇന്ത്യൻ പ്ലേയേഴ്സിനാണ് എക്സ്പോഷറും വിസിബിലിറ്റി. ഓക്കെ, നിങ്ങൾ പറയുന്നത് 2 പോയിന്റ് ഉണ്ട്. ഒന്ന് കേരളത്തിന് വന്ന് കളിക്കുന്ന വിസിബിലിറ്റി, പിന്നെ അതിന്റെ കൂടെ പ്ലേയേഴ്സിനും വേണം എന്നുള്ള പറയുന്നത്. എന്റെ സിമ്പിൾ ചോദ്യം, അതായത് ഞാൻ 100% അർജന്റീന വന്നമെന്ന് തറപ്പിച്ച് പറയല്ല. ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ട് എന്നുള്ള രീതിക്ക് ഇത്രയും കൊല്ലമായിട്ട് ഒരു കാര്യം ചെയ്യാറുള്ളൂ. അങ്ങനെ പോസിറ്റീവ് സൈഡായിട്ട് എടുത്താൽ പോരെ. വൈ മെസ്സി, അപ്പോ വൈ അർജന്റീന നമ്പർ 1 ടീമിന്റെ വേൾഡ് റൈറ്റ് നൗ. ഇത്രക്കും എക്സ്പെൻസ് ഉണ്ടാക്കിയിട്ട് നമ്പർ 1 ടീമിന് വരണമെങ്കിൽ ഈ നമ്പർ 1 ടീം വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് പുറത്തുള്ളൊരു ടീമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടാം. അല്ല, ഞാനിപ്പോ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ യൂത്തിന് ഇതൊരു എൻകറേജ്മെന്റ് ആയിരിക്കും. എന്റെ ഒരു സ്റ്റേഡിയം ഫുള്ളാവും. നീ നോക്കിക്കോ, ജനലക്ഷങ്ങള് അവിടെ ഉണ്ടാവും. അപ്പൊ നാളെ അതേപോലെ ഒരു ഇന്ത്യൻകാരൻ അവനെ എന്നെയും ഇതേപോലെ കണ്ടാലോ എന്നൊക്കെ ചോദിച്ചാലും ടീമിന് കളിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടല്ലേ. അപ്പൊ ഇന്ത്യൻ ടീം ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ അവര് തീരുമാനിക്കൂലെന്ന് ചോദിക്കണം. ഒന്നുമില്ലാത്തടത്ത് നിന്ന് എന്തെങ്കിലും ഇന്ത്യ സംഭവം പറഞ്ഞില്ലേ, ഇന്ത്യൻ ടീം ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ ഇതാക്കൂലെന്ന്. പക്ഷെ സ്പോൺസറാണ് കേരളം അല്ലേ. കേരളത്തിന് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമല്ല അവരിത് ചെയ്യുള്ളൂ. എന്തായാലും എനിക്ക് റിക്കവറി കിട്ടും എന്നുള്ള കാര്യം കേരള ഗവൺമെന്റ് ഉറപ്പല്ലേ. മെസ്സി വന്നില്ലെങ്കിലാ
മെസ്സി വന്നില്ലെങ്കിൽ അർജന്റീന ടീം എന്നുള്ള അർജന്റീന ടീമിന് ഫാൻസ് ഉണ്ട് ഇവിടെ. മെസ്സി എന്നല്ല പറഞ്ഞു. ഇപ്പൊ നീ തന്നെ പറഞ്ഞു മറ്റേ റിയാദില് കളി ഉണ്ടായപ്പോ ക്രിസ്ത്യാനോ ആർക്കും ഉറപ്പില്ല. ഫുൾ ഫിറ്റ് ആണെങ്കിൽ ചിലപ്പോ ഇറങ്ങും കുറച്ച് നേരം. അർജന്റീന ടീമിലെ കുറച്ചുപേര് കളിക്കാറുണ്ട്. നമ്മളാരും കളി കാണാൻ പോകുന്നത് മെസ്സി ഉണ്ട് പ്രതീക്ഷ ഒരിക്കലും പോകാൻ പറ്റില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ടീം കളിക്കുന്നത് ഏതെങ്കിലും ചെറിയൊരു ടീമായിട്ടായിരിക്കും. സോ ഒരിക്കലും മെസ്സിനൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ടീമിനെ മാത്രം പ്രതീക്ഷിക്കുക. സബിൽ ഉണ്ടെങ്കിൽ ഉണ്ടാവും, കളിച്ച് ആ ഒരു പ്രതീക്ഷയിലെ കളി കാണാൻ പോകാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഈ അർജന്റീന വരുത്താണ്ട് നമുക്ക് ഇപ്പൊ ഏഷ്യൻ കൺട്രീസിൽ നടത്തുന്ന കുറെ കോമ്പറ്റീഷൻസ് ഉണ്ട്. അത് നമുക്ക് ഇന്ത്യയിലേക്ക് വന്നൂടെ? ഇപ്പൊ ഖത്തർ കുറെ ഇത് ഇൻവെസ്റ്റ് ചെയ്തു. വെച്ചാൽ ഫിഫയുടെ ഒരു ടൂർണമെന്റ് തന്നെ നടത്താൻ വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള എല്ലാവരെയും കൊണ്ടുവന്നു, ഒറ്റൊരു രാജ്യത്ത് നടത്തി. അതുപോലെ ഇന്ത്യക്ക് നടത്തിക്കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏഷ്യൻ കൺട്രീസിൽ നടത്തുന്ന കോമ്പറ്റീഷൻസ് അത് ഇന്ത്യയിൽ നടത്തുക. കേരളത്തിൽ മാത്രമായിട്ടല്ല, ഇന്ത്യയിൽ ഫുള്ളായിട്ട് നടത്തണം. ഇപ്പൊ നീ കാര്യം പറഞ്ഞ പോയിന്റ് ഞാൻ തിരിച്ചു കാര്യം ചോദിക്കട്ടെ. ഈ ഇന്ത്യ കൊണ്ടുവരാണ്ട് കേരളം കൊണ്ടുവരാൻ ഇന്ത്യയുടെ സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടല്ലേ കേരളം കൊണ്ടുവരുന്നത്. പിന്നെ വേറെ രീതിയിൽ വളച്ചൊടിക്കുകയാണെങ്കിൽ 1000 കോടി കൊടുത്ത് പ്രതിമ പണിയനേക്കാൾ ഭേദമല്ല 200-250 കൊടുത്ത് ലോകത്തിന് ഏറ്റവും വലിയൊരു വിസിബിലിറ്റി കിട്ടുന്ന കാര്യം ചെയ്യുന്നത്. രണ്ട് വേറെ ദിക്കാണെങ്കിലും സെക്യൂരിറ്റി കൺസേൺസ് മാത്രമേ ഉള്ളൂ. സെക്യൂരിറ്റി കൺസേൺ, സ്റ്റേഡിയം കപ്പാസിറ്റി. കാരണം 50,000 1 ലക്ഷം ഒന്നും കൊണ്ട് ഇരിക്കില്ല. നമ്മുടെ ഇപ്പൊ കൊച്ചി തന്നെ പറ്റുള്ളൂ. നടത്തണമെങ്കിൽ എന്തായാലും കൊച്ചിയിലെ ഫുട്ബോൾ പക്ഷേ ഇവൻ പറഞ്ഞ പോലെ സെക്യൂരിറ്റി കൺസേൺ, പ്ലെയേഴ്സിന്റെ ഇത്. നീ നോക്ക്, അല്ലു അർജുൻ, ഷാറുഖ് ഖാൻ, ആ മർഡോണയൊക്കെ വരുമ്പോ എന്ത് മാത്രം ജനങ്ങളാ, അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഇപ്പൊ ക്രിസ്ത്യാനോ മെസ്സി പുറത്തൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എയർപോർട്ട് വിട്ട് ഹോട്ടൽ വരെ ചില്ലൊക്കെ അടിച്ച് പൊട്ടിച്ച് ആൾക്കാർ കയറുന്ന ഒരു സെനിയർ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് കേരളത്തിന് ഒറ്റക്ക് സെക്യൂരിറ്റി എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും തോന്നണില്ല. കേസിനോട് ഞാൻ യോജിക്കും. കാരണം ഖത്തർ നമ്മുടെ നാടിനേക്കാളും ചെറിയ, കേരളത്തിന് അത്രേ ഉള്ളൂ ഖത്തർ. ചെറിയൊരു ഐലൻഡ്. ദുബായ് എടുത്തു, സൗദി എടുത്തു, ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് ഫുട്ബോളിൽ പ്രോഗ്രസ് ആവുന്നുണ്ട്. അവരുടെ എല്ലാ ക്ലബ്ബുകളും ഈ പറഞ്ഞ പോലെ ഫുട്ബോൾ വേൾഡ് കപ്പിൽ കളിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ക്ലബ് പോലും പോയിട്ടില്ല. അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ഈ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് വെച്ചാണ് കേറാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ ഇത്രക്കും വലിയ ഇൻവെസ്റ്റ്മെന്റ്, ഇത്ര ഒരു വലിയ, ഇപ്പോ ഖത്തർ ഇതിനു മുമ്പ് അർജന്റീനയെ കൊണ്ടുവന്ന് ഖത്തറായിട്ട് ഒരു കളി കളിപ്പിച്ചിട്ടില്ല. ബ്രസീൽ ദുബായ് ആണെങ്കിലും സൗദി ആണെങ്കിലും അങ്ങനെ വേറൊരു ടീമിനെ ഹോസ്റ്റ് ചെയ്ത് അങ്ങനെ വിളിച്ച് കളിപ്പിച്ചിട്ടില്ല. കളിപ്പിക്കണമെങ്കിൽ തന്നെ അതൊരു നാഷണൽ ലെവലിലായിരിക്കും കളിപ്പിക്കണം. ഇങ്ങനെ സ്റ്റേറ്റ് വൈസ് ഒന്നും ഒരാളും ചെയ്തിട്ടില്ല. അതാ ഞാൻ ഈ ചോദിക്കണം. ഇപ്പൊ നിയാസ് പറഞ്ഞതുപോലെ ഇവർക്കൊരു ഏഷ്യൻ കപ്പാ അല്ലെങ്കിൽ ഒരു ക്ലബ് വേൾഡ് കപ്പാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തി പറഞ്ഞതുപോലെ. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വേറെ ഒന്നും കൊടുക്കണ്ട. ഒരു അൽ ഹിലാല, ഒരു അൽ നാസറ ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ അത് റെക്കഗ്നിഷൻ അല്ല. അതാകുമ്പോ ഇത്രയും ഫണ്ടിന്റെ ആവശ്യമില്ല, ഇതൊന്നുമില്ല. പിന്നെ നമ്മളെപ്പോഴും പയ്യെ കയറി പോകേണ്ടത്. അല്ലാതെ നേരെ വന്നിട്ട് മോളിൽ കയറി കുത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ തീർന്നു. എടാ ഞാൻ പറയുന്നില്ല അർജന്റീന വന്നോട്ടെ, പഞ്ഞൊന്നിന് 100% ആഗ്രഹവും. പക്ഷേ ഇതുകൊണ്ട് നമ്മുടെ നാടിന്, നമ്മുടെ പ്ലേയേഴ്സിന് ഒരു ഗുണം ഉണ്ടാവണ്ടേ. ഈ 200 കോടി ഉണ്ടെങ്കിൽ 200 കോടി ഇട്ട് 100 കോടി ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പിള്ളേരായിരിക്കും ആ ഗ്രാസ് റൂട്ടിൽ നിന്ന് കയറി തന്നെ. നീ ഇപ്പൊ എൻകറേജ്മെന്റിന്റെ കേസ് ഇൻവെസ്റ്റ്മെന്റ് വേറെ, ഇൻവെസ്റ്റ്മെന്റിൽ റിട്ടേൺ അവര് എല്ലാ ഇൻവെസ്റ്ററും എന്ത് റിട്ടേൺ കിട്ടുന്ന നീ പറയുന്നത്? ഒരു റിട്ടേൺ കിട്ടാണ്ട് ആരെങ്കിലും 250 കോടി മുടക്കോ? അഡ്വർടൈസ്മെന്റ് കിട്ടും, പ്രൊമോഷൻ കിട്ടും. എന്തായാലും അത് റിക്കവറി എന്തായാലും 100% ഷുവർ അല്ലേ? ആ റിക്കവറിക്ക് വേണ്ടി ആയിരിക്കും ഇൻവെസ്റ്റർ, അല്ലെങ്കിൽ അവന്റെ ഒരു ബ്രാൻഡ് നെയിമോ. ഇപ്പൊ നിലവില് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മെർച്ചന്റ്സ് സ്പോൺസർഷിപ്പ് ചെയ്യാന്നാ പറഞ്ഞേക്കണം. ഓക്കെ, പക്ഷെ അത് നീ പറഞ്ഞ പോലെ എനിക്ക് അറിഞ്ഞൂടാ റിക്കവറി തിരിച്ച് 250 കോടി മുടക്കുണ്ടെങ്കിൽ ഒരു 350 കോടി തിരിച്ചു കിട്ടി. അത് വെച്ച് ഈ ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് ചെയ്യാൻ പാടില്ലേ? ഒറ്റ കാര്യം എന്താ പറയാ, ഇത് ചെയ്തിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ഇത്രയും വലിയ റെക്കഗ്നേഷൻ കിട്ടൂടാ. എടാ അതാ പറഞ്ഞ 2023 കേരള ഫുട്ബോൾ ഫെഡറേഷനെ കുറിച്ച് ആരും പറയണ്ടേ? ഇല്ല. അർജന്റീന ടീമിനെ കൊണ്ടുവന്ന് പറയുമ്പോ എല്ലാവർക്കും അത് പ്രശ്നമായി. അല്ല പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഹോട്ടായെന്ന് വെച്ചാൽ തന്നെ ഇനിയിപ്പോ ഒരു കൊണ്ടുവന്നില്ലെങ്കിൽ ഇപ്പൊ ആ ഒരു ഹോട്ട്നെസ് നിൽക്കും. പിന്നെ വേറൊരു കേസ് എപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സംഭവം എടുത്തിട്ടും അതിന്റെ ഇടയിൽ അവര് വേറൊരു സംഭവം നടത്തും, അതാരും അറിയൂല. നമ്മുടെ നാട്ടിൽ എപ്പോഴും നടക്കുന്ന സംഭവമാണ്. ഇപ്പൊ അർജന്റീനയുടെ വിഷയം എടുത്തിട്ട് ഇടയിൽ കൂടി വെറുതെ നടത്തിക്കാൻ ആരെങ്കിലും അറിയോ? അർജന്റീനയുടെ ടോപ്പിക്ക് നിൽക്കുള്ളൂ. ഇപ്പൊ ഹേമ കമ്മിറ്റി അടക്കം വന്ന് ഭയങ്കരമായിട്ട് കത്തിയെന്ന് അതിന്റെ ഇടയിൽ കൂടി ഇഷ്ടംപോലെ സംഭവങ്ങൾ നടന്ന് ആരും ശ്രദ്ധിക്കണില്ല. ഇപ്പോഴൊക്കെ എപ്പോഴും ഒരു ബസ് കിട്ടിയാൽ മതി.
പിന്നെ വെറുതെ അതും പറഞ്ഞുകൊണ്ടിരിക്കാൻ നിൽക്കണ്ട. ഫൈനൽ വെർഡിക്റ്റ് വന്നുകൊണ്ട് നിന്റെ ലാസ്റ്റ് ഒരു ഒറ്റ ലൈൻ വെർഡിക്റ്റ് പറയാനാണെങ്കിൽ എനിക്ക് വലിയ താല്പര്യമില്ല കൊണ്ടുവന്നിട്ട്. അതെനിക്കൊന്ന് അട്ടർ വേസ്റ്റ് തന്നെ ഇരിക്കുള്ളൂ. എനിക്ക് താല്പര്യമുണ്ട്. കാരണം ലക്ഷം കേരളത്തിൽ ജീവിക്കുന്ന അർജന്റീനൻ ഫാൻസിന് അർജന്റീനൻ പ്ലേയേഴ്സിനെ കാണാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരം. ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും കാണാൻ പറ്റുമോ? മാക്സിമം എന്തായാലും എത്ര പേർക്ക് കാണാൻ പറ്റും? 50,000 1 ലക്ഷം. ചിലപ്പോ വേണമെങ്കിൽ എയർപോർട്ടിൽ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവൂലേ. ഈ എടപ്പള്ളി തന്നെ എന്തോരം പേരുണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്. ഒരു 10 ലക്ഷത്തിന് മുകളിൽ ഉണ്ടാവൂലേ. നമ്മൾ ഏത് സ്റ്റേഡിയത്തിൽ കളി വെച്ചാലും വേൾഡ് കപ്പ് ഫൈനൽ വെച്ചാൽ 8 കോടി ജനങ്ങൾക്ക് കാണാൻ പറ്റണ്ട. അതാ പറഞ്ഞ നമുക്ക് മാക്സിമം എന്ന് വെച്ചാൽ നമ്മുടെ ഈ നാട്ടുകാർക്ക് വേറെ പുറത്ത് പോയിട്ട് കാണാൻ സാഹചര്യം ഇല്ലാത്തവർക്ക് 50,000 പേർക്ക് കാണാനായിട്ട് 300 കോടി 200 കോടി മുടക്കേണ്ട കാര്യമുണ്ട്. അവിടെ ഇത് റിട്ടേൺ എന്തായാലും ഷുവറാണ്. എന്തായാലും ഇൻവെസ്റ്റേഴ്സ് പൊട്ടന്മാരല്ല. ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ പോസിറ്റീവ് തന്നെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ 2023 ആദ്യം ന്യൂസ് വന്നത് അർജന്റീനയുടെ ടോപ്പ് നടക്കണമെന്നുള്ളത്. 23 മുമ്പ് കേരള ഫുട്ബോൾ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞുകൂടി കേട്ടിട്ടില്ല. സോ അർജന്റീനയെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു വിസിബിലിറ്റി, എന്താ പറയുക, ഇത്ര കോടി മുടക്കിയാലും ലോകത്തിൽ ഇപ്പോഴും ഫസ്റ്റ് നിൽക്കുന്ന ടീമിനെ കേരളത്തിൽ കൊണ്ടുവന്ന്, കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല, ഇന്ത്യൻ ടീമല്ല, വേറെ ഏത് ടീമായിരിക്കും കളിക്കുന്നത്, അവരെ കൊണ്ടുവന്ന് കളിപ്പിച്ച, അതാ പറയാം, ലോകത്തിൽ ഒന്നാം നിൽക്കുന്ന ടീമാണ്. ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും കാണുന്ന ഒരു കളിയായിരിക്കും. സോ അതിൽ നിന്ന് ഈ പറഞ്ഞ കൂട്ടി കേരളത്തിന് വിസിബിലിറ്റി കിട്ടുകയാണ്. പിന്നെ ഈ പറഞ്ഞ കൂട്ട് നിങ്ങൾ പറയുന്നത് എന്താ പറയുക, ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് ഇല്ല എന്നുള്ളത്. ഇത്രയും കൂടി മുടക്കി അതിൻ്റെ എന്തെങ്കിലും പ്രോഫിറ്റോ ബെനിഫിറ്റോ കാണാണ്ട് ഒരു ഇത്രയും പൈസ കൊടുക്കാൻ ഇവരുടെ കാശ് ചുമ്മാ അട്ടിയിട്ടിരിക്കുകയല്ല, എന്തെങ്കിലും കാണാണ്ട് ഇതൊന്നും ചെയ്യില്ല. സോ എന്തുകൊണ്ടും 100% ഞാൻ നല്ല കാര്യമാണെന്നാ പറയുള്ളൂ. ഞാൻ പറഞ്ഞോട്ടെ, പ്ലീസ്. അർജന്റീന വന്നതിൽ ഒരു എതിർപ്പില്ല, 100% നല്ല കാര്യമാണ്. ഫാൻസിനെ സംബന്ധിച്ച് ഒരു വലിയ സംഭവം തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതിൽ പിന്നെ തന്നെ ഉറച്ചു വെക്കണം, ഇത്രയും കാശ് ഇറക്കണേണ്. അപ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടി കുറച്ച് കാശും കൂടി ഇറക്കി ഈ പറഞ്ഞതുപോലെ സൗദിക്കും ഖത്തറിനും ജപ്പാനും പകരം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ടീം ഫോം ചെയ്ത് ആ കളിയിലൂടെ ഈ പറഞ്ഞ വേൾഡ് വൈഡ് വിസിബിലിറ്റി നമ്മുടെ ഏതെങ്കിലും ഒരു കളിക്കാരന് അർജന്റീനയുടെ ഒരു പ്ലെയർ റെക്കഗ്നിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടാൻ പോണ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ട്. അത്യാവശ്യം ടാലൻസ് ഉണ്ട്. സോ ISL വന്നു. ഞാൻ അത്രയും പറയുന്നുള്ളൂ, അർജന്റീന വരാണ്ടിരിക്കരുത്, പക്ഷേ എതിരെ കളിക്കുന്നത് നമ്മുടെ ടീമായിരിക്കണം, അല്ലെങ്കിൽ ഇറ്റ്സ് എ വേസ്റ്റ്. നോ വേ. ഇപ്പൊ നമ്മൾ ISL ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നെങ്കിലും ഈ അർജന്റീന പ്ലേയേഴ്സിന്റെ അടുത്ത് പറഞ്ഞാൽ പോലും അതൊരു വലിയ കാര്യം തന്നെയല്ലേ. എന്തായാലും അർജന്റീനൻ പ്ലേയേഴ്സ് ISL എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് കൂടി അറിയില്ലായിരിക്കുമല്ലോ അല്ലേ. ഇപ്പൊ അന്ന് മറഡോണ വന്നപ്പോൾ IM വിജയൻ മറഡോണക്ക് അതിന് മുന്നേ എന്തായാലും പരിചയം ഉണ്ടാവൂലല്ലോ. അങ്ങനെ ഒരു പരിചയം വന്നതുപോലെ എന്തെങ്കിലും ഒരു സ്പാർക്ക് എവിടെയെങ്കിലും അടിച്ച് കിട്ടിയാലോ. നമ്മള് നല്ല രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ വിചാരിക്കാം. നീ ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് പ്രോസ്പെക്റ്റീവ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ നീ പറഞ്ഞ IM വിജയനും മറഡോണയും വന്ന് അത് 2 റിട്ടയർഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് കണ്ട് പരിചയപ്പെട്ട്, ഞാൻ പറയണെന്ന് പറഞ്ഞാൽ ആസ് എ സ്പോർട്ടിങ് ആസ്പെക്റ്റില് നമുക്ക് ഗ്രോത്ത് ഇല്ലല്ലോ. ഇതുകൊണ്ട് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ? എനിക്ക് ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് എന്റെ മനസ്സ് പറയണത്. അല്ലെ, ഒരു ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ കിട്ടുമെന്നാണ്. കേരളത്തിലൊരു കളിയാ, അപ്പൊ കേരളത്തിന്റെ ചിലപ്പോ ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റേഡിയം, അല്ല ചിലപ്പോ അവര് നല്ലത് പറഞ്ഞാലും 2017 അണ്ടർ-17 വേൾഡ് കപ്പ് നടന്ന് ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റം ഉണ്ടായാലും ഒരു ഗ്രോത്ത് ഉണ്ടായാലും ഒരു പിണ്ണാക്കുണ്ടായില്ല. വേൾഡ് കപ്പാണ് നടന്നത് അണ്ടർ-17. ഇന്ന് വേൾഡ് കപ്പ് കളിച്ചാൽ അതിലെ ബെസ്റ്റ് പ്ലെയർ ഫിൽ ഫോഡൻ യൂറോപ്പിൽ കളിക്കണം, നമ്മുടെ ഇന്ത്യയിൽ കളിക്കാർ അവിടെ കളിക്കണം. അത്രയും വലിയൊരു ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്തിട്ട് ഒരു പിണ്ണാക്കുണ്ടായില്ല. ഞാൻ അതാ പറയുന്നത്, അണ്ടർ-17 വേൾഡ് കപ്പ് ഇന്ത്യയിൽ ഹോസ്റ്റ് ചെയ്ത് എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നിന്ന് ഒരു ഗ്രോത്തും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത്രയ്ക്കും വലിയ ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്തിട്ട് ഈ 100-200 കോടി എടുത്ത് അർജന്റീന ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ഗ്രോത്ത്, എന്ത് ഡെവലപ്മെന്റ്, എന്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റം ഉണ്ടാവും നീ പറയണ? ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞാ 200 കോടി 250 കോടി കൊടുക്കണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ ഒന്നും കാണാണ്ട് ചെയ്യില്ല. റിട്ടേൺ അത്രയും കിട്ടിയില്ലെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് കേരളം ഒറ്റക്കാണ്, അതുകൊണ്ടാണ്. അതാ ഞാൻ ചോദിക്കുന്നത്. 2022 വരെ ഇന്ത്യ ഫുട്ബോളും കേരള ഫെഡറേഷൻ ഫുട്ബോളൊക്കെ എവിടെയായിരുന്നു, ആരും കേട്ടറിവുണ്ടായില്ലോ. അർജന്റീന വന്നു പറഞ്ഞപ്പോ എല്ലാവർക്കും പറ്റില്ല. ഈ ഗവൺമെന്റ് നമ്മളെ യൂട്ടിലൈസ് ചെയ്യാനാണോ അവർക്കൊരു ROI ഉണ്ടാക്കാനായിട്ട്? ആണെങ്കിൽ എന്താ, അപ്പൊ നമ്മ വിഡ്ഢികളല്ലേ? ഒന്നും കാണണ്ട, നിങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ എല്ലാവരും. എടാ എത്ര യൂത്തിനെയാണ് അപ്പൊ ഇത് റിഫ്ലക്ട് ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ അർജന്റീന എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഈ നമ്മുടെ എറണാകുളത്തിന് എത്ര ഫാൻസ് ഉണ്ടാവും?
എത്ര പേര് വരും? ഇല്ല, അത് പറയാൻ പറ്റില്ല. ചിലപ്പോ മെസ്സി അല്ലെങ്കിൽ പിന്നെ മറ്റേ IM വിജയം പോയില്ലേ? ഇത് നീ പറയണ അല്ലെങ്കിൽ പിന്നെ IM വിജയം മറ്റേ ബസ്സിൽ പോയില്ലേ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്തൊരു റാലി ഉണ്ടായി. അതുപോലെ മറ്റേ അർജന്റീന പ്ലേസിനെ മൊത്തം മറ്റേ ബസ്സിൽ കയറ്റി കൊണ്ടുപോകണം. അവന് മലപ്പുറം കാസർഗോഡ് ആ ഒരു ഏരിയ മൊത്തം നാളത്തുണ്ടാവും. അല്ല നമുക്കിപ്പോ അങ്ങനെ ഡിബേറ്റ് ചെയ്യാന്നുള്ളൂ, എന്തായാലും തീരാൻ പോലുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽസ് കിട്ടി കഴിഞ്ഞിട്ട് ബാക്കി ഒന്നും കൂടി പറയാം. ഇനിയിപ്പോ അടുത്തത് IS കഴിഞ്ഞ ദിവസം കളി കാണാൻ പോയിട്ടുണ്ടായി. അധികം പോയാലും അങ്ങനെയാണല്ലോ. എടാ അങ്ങനെയല്ല, ഇപ്പൊ എനിക്ക് ആ കളി കണ്ടപ്പോ മനസ്സിലായെന്ന് പറഞ്ഞാ ഇപ്പോ ഇത്രയും മാച്ചസ് ആയി, ഇതിന്ന് ഈ പറഞ്ഞതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയായിട്ടുള്ള മാച്ച് ജയിച്ചു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര ആത്മവിശ്വാസം കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷെ മിനിയാന്നിപ്പോ ഗോവയിട്ട് തോറ്റ്. അത് തോറ്റിനുള്ള റീസൺസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. നമ്മുടെ ഈ പറഞ്ഞതുപോലെ അറ്റാക്ക് ഒരു ഫ്ലൂയിഡിറ്റി ഇല്ല. അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്കൊരു ഐഡിയ ഇല്ല. വെറുതെ നോവയുടെ വിങ്ങിന്ന് നോവ ഭയങ്കര സെൽഫിഷ് ആയിട്ട് കളിക്കുന്നത്. രാഹുൽ കീപ്പയുടെ വിങ്ങിന്നാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത കളിയാണ്. പുള്ളിക്കാരൻ മഞ്ഞ് ജസ്റ്റ് ബോൾ ഇടണ്, അവിടെ കഴിഞ്ഞത് പോയി. അപ്പോൾ ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് മാനേജ്മെന്റ് എടുക്കേണ്ട തീരുമാനം എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മൈക്കൽ സ്റ്റാറേക്ക് വേണ്ട റീഇൻഫോർമെന്റ്സ് കൊടുക്കുക. കാരണം നല്ലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല, നല്ലൊരു ബെഞ്ചില്ല. അല്ലാന്നുണ്ടെങ്കിൽ കോച്ചിനെ മാറ്റാം, വേറെ ഇതിനകത്ത് വരുന്നില്ല. കാരണം ഇപ്പോൾ മെയിനായിട്ട് ഒരു മലയാളി എന്ന നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വികാരം മനസ്സിലാക്കേണ്ട ഒരു പ്ലെയർ രാഹുൽ കേപ്പിയാണ്. രാഹുൽ കേപ്പിയുടെ കളിയിൽ അത്ര കോൺഫിഡൻസ് അത്ര ഇതൊന്നുമില്ല. പുള്ളിക്കാരൻ ജസ്റ്റ് ബോളി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പുള്ളിക്കാരൻ്റെ വിങ്ങിന്ന് അറ്റാക്ക് ചാൻസ് ഒന്നും ക്രിയേറ്റ് ആവണില്ല. നോവയുടെ വിങ്ങിന്ന് അല്ലെങ്കിൽ ലൂണയുടെ തീന്നരി പോലെ ക്രിയേറ്റ് ആവണം. അപ്പോൾ അതൊരു ഭയങ്കര ഇതായിട്ട് ഇപ്പോൾ രാഹുൽ കേപ്പിക്ക് പകരം വേറെ ഒരു ആളെ കൊണ്ടാന്ന് വിചാരിച്ചാൽ ഒരു നല്ല സബ്സ്റ്റിറ്റ്യൂട്ട് പോലും ഇല്ല. കഴിഞ്ഞ കളി രാഹുൽ കേപ്പിനെ മാറ്റിയിട്ട് മറ്റേ സന്ദീപിനെ കൊണ്ടുവന്നപ്പോൾ പോലും കിട്ടിയ ചാൻസ് അടിച്ച് പുറത്താക്കളഞ്ഞ്. സോ ഒരു നല്ല ടീമില്ലാണ്ട് ഈ പറഞ്ഞ കോച്ചിന്റെ പ്രശ്നത്തും ഭാഗത്ത് എന്താ പറയാ, മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളുണ്ട്, കോച്ചിന്റെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്, ടീമിന്റെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. ഇത് പരിഹരിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ സീസണും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അത് ടോട്ടലി അഗ്രീഡ് ആണ്. കാരണം നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. ചാൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിച്ചിടാൻ പറ്റണില്ല. ഡിഫൻസ് അത്യാവശ്യം ഓക്കെയാണ്, പക്ഷെ ഡിഫൻസിൽ മാത്രം പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കൗണ്ടർ അറ്റാക്കിങ് ഓപ്പർച്യൂണിറ്റി വന്നാലും നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളിക്കണ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിൽ. കഴിഞ്ഞ വർഷം വരെ ജീക്സം സിംഗ് ഉണ്ടായിരുന്നു, അവന്റെ നല്ലൊരു ഇത് കാണാൻ പറ്റും. അല്ല ഇപ്പൊ നമുക്ക് അങ്ങനെ പറഞ്ഞ് കളിപ്പിക്കാനില്ല, ഒരു അങ്ങനത്തെ ഒരു കളിക്കാരനില്ല. ടീമിനെ ഒന്ന് പിടിച്ച് കുലുക്കി ഇന്ത്യൻ പ്ലേയേഴ്സ് തന്നെ വേണം കളിക്കണേ തന്നെ. ഇന്ത്യൻ പ്ലേയേഴ്സ് ഇല്ല നമുക്ക്. നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ അതാണ്. നല്ലൊരു ഇന്ത്യൻ പ്ലെയർ നമ്മുടെ ടീമിൽ ഇല്ല. അല്ല ഉണ്ടായവരാണ് ഈ കൊടുക്കുന്നത്, ഇത് സഹല്, ജിങ്കൻ. പക്ഷെ അവരൊക്കെ പോയെന്ന് വെച്ചാൽ അവരൊക്കെ നല്ലവരുണ്ട്. പക്ഷെ ആ ഒരു ഫണ്ട് കുറച്ചും കൂടി ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മാനേജ്മെന്റ് ജോൺ അബ്രഹാമിന്റെ കേസ് എടുത്തു. നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ പകുതി ഫാൻസ് പോലും ഇല്ല. പക്ഷെ പുള്ളിക്കാരൻ ആ ടീമിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കോച്ചസിനെ മാറ്റി, റീഇൻഫോഴ്സ്മെന്റ്സ് നടത്തി, ട്രാൻസ്ഫേഴ്സ് നടത്തി ആ ടീമിന് ഇപ്പോൾ ഒരു ടീമാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് അതേപോലെ ഒരു ഡെഡിക്കേറ്റഡ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ ഒന്നും അല്ല, എബോവ് ആയിരിക്കും എല്ലാവർക്കും. ഓക്കെ, ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? മൈൻഡ് ചെയ്യാലോ. സീ യു നെക്സ്റ്റ് ടൈം.